ഞാൻ തിരിച്ചു ചെല്ലുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആകാശിന്. ആകാശ് സുധിക്ക് വേണ്ടി തുറക്കുന്നത് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വാതില. സുധിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഈ ഓഫർ തള്ളിക്കളയില്ല. നാട് വിട്ടുപോകാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ കേട്ടു കഴിഞ്ഞപ്പോ നമ്മളത് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പോകുന്നത് എപ്പോൾ വേണമെങ്കിലും ആവാം. നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. നമ്മളത് വിട്ടുകളയേണ്ട സുധി. ഞാൻ പറയാനുള്ള കാരണം സുധിക്കറിയാലോ. അച്ഛനും അമ്മയും ഇനി നമ്മളിൽ ഒരു കുഞ്ഞിനു വേണ്ടി പിടിമുറുക്കും. സുധി അവരെ വിശ്വസിപ്പിച്ച കള്ളക്കഥകളൊക്കെ പൊളിഞ്ഞു. എനിക്കിനി പറയാൻ എന്ത് മറുപടിയാ ഉള്ളത്? ആകാശിന്റെ ക്ഷണം സുധി സ്വീകരിക്കണം. പണം നമുക്ക് മുടക്കാം. പോകുന്നത് കുറെ മാസങ്ങൾ കഴിഞ്ഞു മതി. എന്താ? നിരഞ്ജനയ്ക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പണത്തിന്റെ കാര്യത്തിൽ സുധി അച്ഛനെ സമീപിക്കണ്ട. അത് ഞാൻ ഏറ്റു. എന്റെ ലൈഫിൽ ഇതൊരു കരുതൽ കൂടിയാ. ഭാമിനി ആന്റി പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ജീവിതമല്ലേ നമ്മുടേത്. ഇവിടെ ഇനി നിൽക്കണോ സുധി? ഇപ്പൊ ആകെ ഒരു വീർപ്പുമുട്ടല്ല. 4-5 മാസം കൂടി ഒന്ന് കഴിഞ്ഞെങ്കിൽ തിരിച്ചു പോവായിരുന്നു. ഇവിടെ നമ്മൾ കഴിയുന്നതിൽ എനിക്കും സുഖം തോന്നില്ല. എന്നാ സുധി എറണാകുളത്തേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുക. എനിക്ക് ഹൈക്കോടതി പ്രാക്ടീസും ചെയ്യാം. മോനെ നോക്കാൻ നമുക്കൊരാളെ വെക്കാം. അവൻ ഇത്രയൊക്കെ ഇപ്പൊ വളർന്നില്ലേ? അതാലോചിക്കാവുന്ന കാര്യ. അവിടെയാകുമ്പോ നമുക്കൊരു വീടുണ്ട്. അവിടെ വാടകക്കാരുണ്ടെന്നാ കേട്ടത്. ഞാൻ പെരുമ്പടുപ്പ് വരെ ഒന്ന് പോയി വാടകക്കാരെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടാം. എന്തു വേണമെങ്കിലും അച്ഛൻ ചെയ്യും. അവർക്ക് നമ്മളെ പുറം ലോകത്ത് എത്തിച്ചാൽ മതി. പിന്നെ സമയം ഒരുപാടായി. സുധി കിടക്കുന്നില്ലേ? പിന്നെ സുധി അരികിൽ കിടന്ന നിമിഷങ്ങൾ ഓർക്കാത്ത ഒരു രാത്രി പോലും എന്നെ കടന്നു പോയിട്ടില്ല. ആ ധൈര്യത്തിലാ പല രാത്രികളും ഞാൻ ഉറങ്ങിയത്. പ്രശ്നങ്ങളുണ്ടായതിനു ശേഷമാ ആലിസിനെ കൂടെ ഞാൻ കൂടെ കിടത്തിയത്. അപ്പോ അവളെ താൻ നമ്മുടെ ബെഡിലും കൊണ്ടുവന്ന് കിടത്തിയോ? അതിനെന്താ സുധി? അവള് പോയപ്പോ മനസ്സിലൊരു പിണക്കൊക്കെ തോന്നിയെങ്കിലും സുധി കരുതുന്ന പോലെ ഒരു പെണ്ണല്ല ആലീസ്. ചിലപ്പോ എന്റെ മോന് എന്നേക്കാൾ യോഗ്യയായ അമ്മ അവളാണെന്ന് വരെ തോന്നിപ്പോവും. അങ്ങനൊരു യോഗ്യത അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു ചതി അവൾ ചെയ്യില്ലായിരുന്നു. താൻ വന്ന് കിടക്കാൻ നോക്കൂ. ഹലോ സർ. ഞാൻ അർച്ചനയെ കണ്ടു. കുറച്ച് മുമ്പിലേക്ക് നോക്ക്. കണ്ടു സർ. നീ ഇങ്ങോട്ട് വാ. ശരി സർ. കേറ്. വാ. കേറ്. ഒരു മുന്നറിയിപ്പില്ലാതെയാണല്ലേ സുധി വന്നത്. നിരഞ്ജൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ?
അവരുടെ കണ്ണു വെട്ടിച്ച് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നോ? ആരുണ്ടെങ്കിലും സുധിക്ക് മുഖം കൊടുക്കാതെ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. നിരഞ്ജന ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോരാൻ അതായിരുന്നു കൂടുതൽ സൗകര്യം. ഭർത്താവ് വിദേശത്തുനിന്ന് സർപ്രൈസ് പോലെ തിരിച്ചു വരുമ്പോൾ അടുക്കള പണിക്കാരിയെ ശ്രദ്ധിക്കാൻ ഭാര്യയ്ക്ക് എവിടെയാ സമയം? ആരോടും പറയാതെ കടന്നു കളഞ്ഞു എന്നൊരു പഴിയുണ്ടാവും. ആ പഴി മാറില്ല. കുഞ്ഞിനെ തനിച്ചു നിർത്തിയല്ലേ നീ ഇറങ്ങി പോകുന്നത്. നിരഞ്ജന അത് പറയും, പക്ഷേ എനിക്ക് കുറ്റബോധം ഇല്ല സർ. ഞാൻ ഇറങ്ങുമ്പോൾ സുധി മോന്റെ അടുത്ത് എത്തിയിരുന്നു. നീ റോസറി ബംഗ്ലാവ് വിട്ട കാര്യം ആരോടെങ്കിലും പറഞ്ഞു? ഫൈസ സാറിനോട് മാത്രം പറഞ്ഞു. എന്നിട്ട് ഫൈസി എന്ത് പറഞ്ഞു? ചെയ്തത് നല്ല കാര്യമായിന്ന്. നിന്നെ കൂട്ടിക്കൊണ്ടു പോവാമെന്ന് ഫൈസി പറഞ്ഞില്ലേ? സാറും വൈഫും കന്യാകുമാരിയില. രാത്രി ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് രാവിലെ വീട്ടിലേക്ക് പൊയ്ക്കോളാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കാത്തു നിൽക്കുന്നവരെ നീ പറഞ്ഞില്ലേ? ഇല്ല. നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ വണ്ടി കയറിയത്? ഈ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി സർ. എന്നെ ഇല്ലാതാക്കാൻ സർ ഒരുപാട് ശ്രമിച്ചതല്ലേ? സുധിയുടെ അച്ഛന്റെ കൈകൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്താഗ്രഹിച്ചോ അതെല്ലാം നേടിക്കഴിഞ്ഞു. അതിനിടയിൽ എന്നെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. ശേഷിക്കുന്ന ജീവിതം എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ആ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അതാ എൻ്റെ മനസ്സിൽ. പക്ഷേ അവർക്കതിനുള്ള വിധിയില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? നീ പറഞ്ഞത് ശരിയാ. സാർ എവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നേ? നിന്റെ ജന്മം സഫലമായെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത്? ഇനി നീ എത്തേണ്ടിടത്ത് നിന്നെ ഞാൻ എത്തിക്കും. നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ എത്തിച്ചോ? ഇല്ല. കേറി വാ. ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ എത്തിച്ചോ? ഇല്ല. കേറി വാ. അയ്യോ, ഇത് ആലീസ് അല്ലേ? നീ കേറി വാ. അല്ല, നിന്റെ അപ്പച്ചൻ മരിച്ച് വീട്ടിലേക്ക് പോയിന്നല്ലേ പറഞ്ഞത്? ശോ, ഞാനിതെന്താ സ്വപ്നം കാണുവാണോ? ഇതെന്താ വിശ്വട്ടാ ഇത്? സ്വപ്നമൊന്നും അല്ല ജയന്തി. ആലീസ്, നീ എങ്ങനെ ഇവിടെ? ശോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അപ്പച്ചൻ മരിച്ചില്ലേ? ഇവരുടെ അപ്പച്ചൻ മരിച്ചിട്ട് കാലം കുറയായി. ദേ, വിശ്വട്ട് എന്നെ പട്ടുപിടിപ്പിക്കല്ലേ? ആ, നിരഞ്ജന ബാങ്കിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ എന്തിനാ? നീ എങ്ങനെ ഇവിടെ വന്നേ? എന്താ വിശ്വട്ട ഇത്? ഇവൾ ആലീസ് അല്ല ജയന്തി. പിന്നാരാ? നിരഞ്ജനയോട് നമ്മളോട് ഇവിടെ പറഞ്ഞത് കള്ളമാണ്. പിന്നെ നീ ആരാ? കള്ള പേരിൽ അവിടെ കടന്നുകൂടിയ നീ ആരാണെന്ന്? എന്നോട് പൊറുക്കണം മാഡം. വിശ്വട്ട്, നീ അവളുടെ കണ്ണുകളിലേക്ക് നോക്ക് ജയന്തി. നിനക്ക് അവളെ തിരിച്ചറിയാൻ കഴിയും. നീ കുറെ നാളുകളായി കാണാൻ കൊതിച്ചിരുന്ന ആള് ഇത് തന്നെയാ, അർച്ചന. നീ
നീയാണോ മോളെ അർച്ചന? അതെ മാഡം. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ വിശ്വസിക്കും? എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു വേഷം കെട്ടി വന്നത്? അത് എന്റെ കുഞ്ഞിനൊപ്പം കുറച്ചു നാൾ നിൽക്കാൻ വേണ്ടിയാ. ആരും അറിയാതെ ഞാൻ മടങ്ങിപ്പൊയ്ക്കോളാന്ന് ഫൈസി സാറിന് വാക്ക് കൊടുത്തിരുന്നു. അപ്പോ ഫൈസിക്ക് നിന്നെ നേരത്തെ തിരിച്ചറിയായിരുന്നു അല്ലേ? അടിക്കടി ഞാൻ മൂന്നാറിൽ പോകുന്ന നീ ചോദ്യം ചെയ്തില്ലേ? ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വിവരം കിട്ടി. പക്ഷെ ഞാൻ തോറ്റുപോയത് ഇവളുടെ മുന്നിലാണ്, അല്ലാതെ എന്റെ മോന്റെ മുന്നിലല്ല. എന്നിട്ടും ഒരു വാക്ക് എന്നോട് വിശ്വട്ടം പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഞാൻ നിന്നോടത് പറയും? ഉള്ളിലടക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇനിയെല്ലാം നീ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. സുധി തിരിച്ചു വന്നതറിഞ്ഞ് അവന്റെ കണ്ണിൽപ്പെടാതെ വന്നതായി ഇവള്. ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ അവള് ബസ്സിൽ കയറി വന്നതാണ്. നീ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്ക. മോളെ, അമ്മയ്ക്ക് ചോദിച്ചറിയാൻ ഒരുപാടുണ്ട്. വാ. കഴിക്കുമോളെ. അമ്മ എത്ര കൊതിച്ചതാണെന്നോ നിന്നെ ഒന്ന് കാണാൻ. അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ പറന്നെന്നറിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ച വേദന എത്ര വലുതാണെന്നറിയോ? നിന്നെ ഉപദ്രവിക്കരുതെന്ന് വിശ്വനോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ഞാനാ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ സുധിയുടെ വിവാഹം നടത്തില്ലായിരുന്നു. അമ്മ ഇതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു മോളെ. കുറച്ച് ദിവസത്തെ അടുപ്പം മാത്രമേ ഉള്ളൂവെങ്കിലും മാഡത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മോളെ, ഇനി അങ്ങനൊരു വിളി വേണ്ട. അമ്മയെന്ന് നീ എന്നെ വിളിക്കണം. നീ അങ്ങനെയൊന്ന് വിളിച്ച എനിക്ക് എത്ര സന്തോഷമാണെന്നോ. കഴിക്കുമോളെ. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഇതിനൊക്കെ ഭാഗ്യം ചെയ്തവളാണോ ഞാൻ? ഭാഗ്യം കിട്ടവള് ഞാനാ മോളെ. സത്യം പറഞ്ഞ നിന്നെ കണ്ട നിമിഷം മുതല് എനിക്കറിയില്ല നീ എന്റെ ആരോ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാ നീ മോനെ വളർത്തിയതെന്ന്. നിന്റെ മോനെ പാല് കുടിച്ച എന്റെ കുഞ്ഞു വളർന്നത്. കഴിക്കുമോളെ, കഴിക്ക്. 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 നീ എനിക്ക് വെച്ച് വിളമ്പി തന്നതല്ലേ പലപ്പോഴും. ഇനിയെങ്കിലും അമ്മ ആ കടമൊന്ന് തീർക്കട്ടെ. എന്താ അളിയാ ഈ നേരത്ത്? നടരാജൻ തിരിച്ചെത്തിയോന്ന് അറിയാനാ വിളിച്ചത്. ഞാൻ വന്നിട്ട് 1 മണിക്കൂറായി. നാളെ ഒരു കേസുണ്ട്, അത് റെഫർ ചെയ്യായിരുന്നു. കിടക്കണമെങ്കിൽ ഇനിയും 2 മണിക്കൂറാവും. സുധി തിരിച്ചു വന്ന വിവരം
ജയന്തി പറഞ്ഞില്ലേ? ഇല്ല. സുധി വന്നോ? ജയന്തി നടരാജനെ അറിയിച്ചെന്നാ ഞാൻ കരുതിയത്. ഞാൻ യാത്രയിലായിരുന്നില്ലേ, അവള് വിളിച്ചിട്ടുണ്ടാവും, ഫോണിൽ കിട്ടാത്തതാവും. എന്താണ് വിശേഷിച്ച്? ഒരു മുന്നറിയിപ്പില്ലാതെ അവൻ കയറി വന്നത്. എന്നിട്ട് അർച്ചനെ അവൻ കണ്ടോ? അവള് വാക്ക് പാലിച്ചു. അവന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു. സുധി അർച്ചനെ കണ്ടില്ലെന്ന് ഉറപ്പാണോ? അതെ. അർച്ചന ഇപ്പൊ എവിടെ ഉണ്ട്? അവളിവിടെ ഉണ്ട്. അളിയന്റെ കൂടെയോ? രാത്രി അർച്ചന എത്തിയത്. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ജയന്തിയോട് അളി എന്ത് പറഞ്ഞു? ഇനി അവളെ മറച്ചു വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ജയന്തി എല്ലാം അറിഞ്ഞു. അവള് തീരെ പ്രതീക്ഷിക്കാതല്ലേ സംഭവിച്ചത്. അത് വേണമായിരുന്നു അളിയ. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ജയന്തിയെ മറച്ചു വെച്ച് എനിക്കിനി ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്തിനവളത് അറിയാതിരിക്കണം? അവളെല്ലാം അറിഞ്ഞിരിക്കട്ടെ. എനിക്കിനി ജയന്തിയെ ചതിക്കാൻ വയ്യ. നാളെ രാവിലെ നടരാജ് ഒരു വണ്ടി ഇങ്ങോട്ട് അയക്കണം. അർച്ചനയെ അവളുടെ വീട്ടിലേക്ക് അയക്കാനാ. ഞാനത് അറേഞ്ച് ചെയ്യാളിയ. എന്നാ നാളെ കാണാം. ശരി, ഗുഡ് നൈറ്റ്. മോളെ, ഇതാ സുധിയുടെ മുറി. മോളിന്ന് ഇവിടെ കിടക്ക്. രാവിലെ നിന്നെ കൊണ്ടുവിടാനുള്ള ഏർപ്പാടൊക്കെ വിശ്വട്ടം ചെയ്യും. എന്താ ഒരു വിഷമം? മനസ്സിന്ന് ആ കുറ്റബോധം പോകുന്നില്ല. മോനെ തനിച്ചാക്കി കടന്നു കളഞ്ഞെന്നല്ലേ നിരഞ്ജന കരുതൂ. അപ്പൊ അതല്ലേ മോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. സുധി കുഞ്ഞിന്റെ അരികിൽ എത്തിയിട്ടല്ലേ നീ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെന്തു വേണം? നീ മോനെ അവന്റെ അച്ഛന്റെ കയ്യിൽ എത്തിച്ചു. നിറഞ്ഞ മനസ്സോടെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നെപ്പറ്റി നിരഞ്ജന എന്തെങ്കിലും പറഞ്ഞ ഇവിടെ ആരും അതിന് കാതു കൊടുക്കരുത്. കുഞ്ഞിനെ വീണ്ടും കാണണമെന്ന ആഗ്രഹം നിനക്കുണ്ടാവില്ലേ? അവന്റെ കൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എന്നും എന്റെ മനസ്സിലുണ്ടാവും. അത് മതി എനിക്ക്. ഇനി ഒരിക്കലും എന്റെ മോനെ തേടി ഞാൻ വരില്ല. അവന്റെ അച്ഛന്റെ കൂടെ വളർന്നോട്ടെ. അമ്മയല്ല, അച്ഛനാ അവന് വേണ്ടത്. സുധിക്ക് സത്യം അറിയില്ലെങ്കിലും അവൻ അന്യനല്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് അതിൽ കൂടുതൽ എന്ത് വേണം? നിരഞ്ജന ഒരിക്കൽ പോലും ഒരു വീട്ടു ജോലിക്കാരിയായി എന്നെ കണ്ടിട്ടില്ല. ഒരു കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം അവൾ എനിക്ക് തന്നു. നിങ്ങൾ രണ്ടുപേരും അത് കണ്ടതല്ലേ? ഞാൻ അവളെ കണ്ടത് എന്റെ അനിയത്തിയായിട്ട് തന്നെയാ. എന്നും അവള് എന്റെ അനിയത്തി തന്നെയായിരിക്കും. അത് മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ ഏറ്റവും നല്ല അമ്മയായിരിക്കും. ഇപ്പൊ നിങ്ങളും എന്നെ തിരിച്ചറിഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് വേണോ എനിക്ക്? ഭാഗ്യമുള്ളവളല്ലേ ഞാൻ. മോളെ, ഈ ഭാഗ്യം എന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്. അതിന് സുധയും നിരഞ്ജനയും ഒന്നിച്ച് ജീവിക്കണം. അവരുടെ കുഞ്ഞായി എന്റെ മോനും. എന്റെ മോളെ, നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഒരു കാലത്തും നിങ്ങളെന്നെ വിഷമത്തിലാക്കില്ല. ഇതോടെ നിങ്ങളെന്നെ മറക്കുകയും വേണം. എനിക്കതിന് കഴിയില്ല മോളെ. എന്റെ മോൻ ഈ നിമിഷം വരെ മോഹിക്കുന്നത് നിന്നെയാ. വേണ്ടമ്മേ, എന്റെ മനസ്സിൽ സുധിക്കുള്ളത് നിരഞ്ജനയുടെ ഭർത്താവ് എന്നുള്ള സ്ഥാനോ. അത് വിട്ട് ഈ ജന്മം ഞാൻ മറുത്തൊന്നും ചിന്തിക്കില്ല. സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അവളുടെ മനസ്സിൽ പിന്നെ അയാളുണ്ടാവില്ല. എന്റെ മനസ്സിപ്പോ ശൂന്യമാ.
ഞാൻ കാരണം നിരഞ്ജനയുടെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാവാൻ പാടില്ല. അത് സംഭവിച്ച ഞാൻ ചെയ്തതൊക്കെ മഹാ അപരാധമാവും. പിന്നീട് ജീവിച്ചിരിക്കാൻ പോലും എനിക്ക് അർഹതയില്ലാണ്ടാവും. നിങ്ങളും അത് പാലിച്ചേ തീരൂ. അല്ലെങ്കിൽ തകർന്നു പോകുന്നത് ഒരു കുഞ്ഞിന്റെ ഉൾപ്പെടെ 4 ജീവിതങ്ങളാണ്. നിരഞ്ജന ആലീസിനെ അറിഞ്ഞതുപോലെ നിങ്ങൾക്കും എന്നെ അറിയാവൂ. നാളെ ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ എന്നെ മറക്കണം.